ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നേരെ പാർട്ട് ന്യൂ. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ആദ്യം ഒരു സെന്റർ ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സർക്കിൾ സെലക്ട്, ട്രിം ചെയ്യാം. ആവശ്യമില്ലാത്ത സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 240 mm. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ പാർട്ടിൻ്റെ. ഇനി നേരെ നമുക്ക് റിവോൾവ് ബോസ് ബേസ് നോ കൊടുക്കാം. ഇപ്പോൾ സർക്കിളിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. തിക്നെസ് വന്നിട്ട് 2.5 mm മിഡ് പ്ലെയിനിൽ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സെക്ഷൻ വ്യൂ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. കണ്ടോ, ഇന്നറിൽ എന്താണ് ഹോളോ പാർട്ടായിട്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം കളർ, അപ്പിയറൻസ്, പ്ലാസ്റ്റിക്, ക്ലിയർ പാത്ത്. ഓക്കെ, ഇതന്നെ നമുക്ക് എടുക്കാം. ഇതെടുത്തിട്ടുണ്ട്. ഒരു ബോളിൻ്റെ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഏകദേശം ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബോളിൻ്റെ ഏകദേശം മഞ്ഞയാണല്ലോ എല്ലാവിടെയും കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു ബോളിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതിൽ ഓരോ ലൈൻ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത ലൈൻ, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഫ്രണ്ട് പ്ലെയിൻ എടുക്കാം. നോർമൽ ടു സ്കെച്ച്. ആദ്യം ലൈൻ, ഈ എൻ്റെ തൊട്ട് എൻ്റെ വരെ, പിന്നെ ഒരു ലൈൻ ക്ലോസ് ചെയ്യാം. ഇനി നമുക്കൊരു ആംഗിളിൽ ഒരു ലൈൻ. അതിൻ്റെ ആംഗിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻ 45 ഡിഗ്രി. ഓക്കെ, അത് കറക്റ്റ് തന്നെയാണ് വേണ്ടത്. ഇനി 3 പോയിന്റ് സെൻറ്റർ പോയിന്റ് ആർക്ക് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. സെന്റർ പോയിന്റ് ആർക്ക്. ഓക്കെ, സെലക്ട്. നമുക്ക് ഇത് രണ്ട് ലൈനും സെലക്ട് ചെയ്തിട്ട് ടാൻജന്റ് റിലേഷൻ, എന്നിട്ട് ഒരു ലൈൻ, ഈ ലൈനും ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ സെലക്ട്. എന്നിട്ട് മിറർ എടുക്കാം. മിറർ ഈ ലൈനിന്റെ അതേപടി ഇവിടെ ഇതിന്റെ അടിയിലും. ഓക്കെ ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പോയിന്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, ഈ ലൈനിൽ തന്നെ. എന്നിട്ട് സ്മാർട്ട് ഡയമെൻഷൻ ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ 30 mm ഓൺലി. ഓക്കെ, ഈ സർക്കിൾ സെലക്ട് ചെയ്യാം. ഈ പോയിന്റും സെലക്ട് ചെയ്യാം. കോയിൻസിഡന്റ് റിലേഷൻ, അപ്പോൾ അത് അവിടെ വന്ന് ജോയിന്റ് ആയിക്കോളും. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സിറ്റ് കൊടുക്കാം. എക്സിറ്റ് കൊടുത്തിട്ട് കർവ് ആൻഡ് സ്പ്ലിറ്റിൽ അതിൽ പോയിട്ട് പ്രൊജക്ട് കർവ്സ് ആയി കൊടുക്കാം. എന്നിട്ട് ഡ്രോയിങ് സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബോൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പാത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടെണ്ണം വേണം കേട്ടോ. അഗൈൻ ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്, അതേപോലെ തന്നെ സെയിം ആയിട്ട്, വേറെ ഒരു വ്യത്യാസമില്ല. അത് പക്ഷേ അതിൻ്റെ സ്പ്ലിറ്റ് ലൈൻ കൊടുക്കുമ്പോൾ, പ്രൊജക്ഷൻ ലൈൻ കൊടുക്കുമ്പോൾ മാറ്റണം എന്നുള്ളൂ. അഗൈൻ ലൈൻ,
temporary line. Same center point arc. Select this circle, this line select here, tangent relation, again line edukam, join cheyam, select point, edengile oru point kodukka, select smart dimension, point 30 mm, mirror, line choose cheyam, mirror about this center line. Okay, ഈ ലൈനും concentric. ഓക്കെ കൊടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത ട്രിം ചെയ്ത് കളയാം, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് കൊടുത്തിട്ട് കേർവ്സിൽ പോയിട്ട് പ്രൊജക്ട് കേർവ്, അതിൽ റിവേഴ്സ് പ്രൊജക്ഷൻ കൊടുക്കാം, ഈ ബോൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് വന്നിട്ട്. ഓക്കെ, ഇനി അഗൈൻ അതിൽ പോവാം, കോമ്പോസിറ്റ് കേർവ്സ്, രണ്ട് കേർവ്സും സെലക്ട് ചെയ്യാം, അത് രണ്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അഗൈൻ ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്, സെന്റർ പോയിന്റ് സ്ലോട്ട്, ഒരു സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് ആർക്ക് 0.5 mm, ഈ പോയിന്റ് സെലക്ട് ചെയ്യാം, also ഈ ലൈൻ സെലക്ട് ചെയ്യാം, പിയേഴ്സ് റിലേഷൻ. ഓക്കെ, എക്സിറ്റ് കൊടുത്തിട്ട് സ്വെപ്റ്റ് ബോസ് കട്ട്, ഡ്രോയിങ് സെലക്ട് ചെയ്തിട്ട് ഈ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ പാത്തിലൂടെ കട്ടായി പോയിട്ടുണ്ടാവും. ഓക്കെ, കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്. ഈ കട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നേരെ വ്യൂ ബ്ലാക്ക് കളർ. ഓക്കെ, ബ്ലാക്ക് കളർ കട്ടായിട്ടുണ്ട്. ഓക്കെ അമർത്താം, ഹൈഡ് ചെയ്യാം. ഇനി ഈ ലൈന് ഇപ്പുറത്തേക്കും രണ്ടെണ്ണം ജോയിൻ ചെയ്യണം. അതിന് നേരെ നമുക്ക് ആദ്യം ടോപ്പ് പ്ലെയിൻ ആൻഡ് റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം, ആക്സിസ് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പാറ്റേണിൽ സർക്കുലർ പാറ്റേൺ, കട്ട്. ഓക്കെ, ഇപ്പൊ രണ്ടെണ്ണം കട്ടായിട്ടുണ്ട്, കണ്ടോ, ഏകദേശമുള്ള ബോളിന്റെ രൂപമായിട്ടുണ്ട്. ഇനി ഈ ആക്സിസ് നമുക്ക് ഇപ്പൊ ഇനി ആവശ്യമില്ല, ഹൈഡ് ചെയ്യാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഇത് രണ്ടിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈനും കൂടി. ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്. ആദ്യം രണ്ട് സെന്റർ ലൈൻ വരയ്ക്കാം. ഓക്കെ, സെലക്ട് സെന്റർ പോയിന്റ്, സെയിം തന്നെ സെന്റർ പോയിന്റ് സ്ലോട്ട്, സ്മാർട്ട് ഡയമെൻഷൻ 0.5 mm, ഇത് വന്നിട്ട് 5 mm. ഓക്കെ കൊടുക്കാം. എക്സിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് റിവോൾവ് കട്ടില് ആക്സിസ് ആയിട്ട് ഈ ലൈൻസ് ചൂസ് ചെയ്യാം. ഓക്കെ, കട്ടായിട്ടുണ്ട്, കണ്ടോ. അതിൽ നമുക്ക് ഈ റിവോൾവ് കട്ടിൽ അപ്പിയറൻസിൽ അതും ബ്ലാക്ക് കളർ. ഓക്കെ, ഓക്കെ കൊടുക്കാം. ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇനി സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്യാം. റഫറൻസ് പ്ലെയിൻ 130 mm. ഓക്കെ, ഇവിടെ വന്നില്ലേ 130 mm. ഓക്കെ കൊടുക്കാം. ഈ പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നോർമൽ ടു സ്കെച്ച്. ഇതില് ഒരു ലൈൻ, സെൻട്രൽ ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് എടുക്കാം. ടെക്സ്റ്റിൽ ലൈൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് തൽക്കാലം അബിഡാസ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, അബിഡാസ് ബാസ്കറ്റ് ബോൾ. നമുക്ക് തൽക്കാലം അബിഡാസ് മതി. അഡിഡാസ് ഉണ്ട്, അബിദാസ് ഉണ്ട്. ഇത് നമുക്ക് മിന്നൽ മുരളിന്റെ ഒരു റെഫറൻസ് ആയിട്ട് വെക്കാം. അബിദാസ്. ഓക്കെ, ഇത് ഒരു 100 mm ബോൾഡ്. ഓക്കെ, നമ്മുടെ അബിഡാസ് ഒന്നും കൂടി ഇത്തിരി വലുതാക്കാം. ഒരു 125. അബിദാസ് ഇത്രയും മതി. ഓക്കെ കൊടുക്കാം. ഇനി ഈ ലൈനിനെ ഈ കർവില് ആക്കണമല്ലോ, അതിന് നമുക്ക് നേരെ എക്സിറ്റ് കൊടുക്കാം. എക്സിറ്റ് കൊടുത്തിട്ട് കർവ്സിൽ പോയിട്ട് സ്പ്ലിറ്റ് ലൈനിൽ ഈ ടെക്സ്റ്റ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബോളിന്റെ ഒരു പാർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ അത് അതിൽ കറക്റ്റ് ആയിട്ട് കർവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഹൈഡ് ചെയ്ത് വിടാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സ്പ്ലിറ്റ് ലൈൻസ് ചൂസ് ചെയ്യാം. അപ്പിയറൻസ് എടുക്കാം. പ്ലാസ്റ്റിക്കിൽ ഹൈ ഗ്ലോസ് വൈറ്റ് പ്ലാസ്റ്റിക് വേണ്ട. ഈ ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്യാം, അത് നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നിട്ട് ഹൈ ഗ്ലോസ് പ്ലാസ്റ്റിക് അബിദാസ്. നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാസ്കറ്റ് ബോൾ പെഡ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ ചിൻ. ഇനി നമുക്ക് മോഷൻ സ്റ്റഡി നെക്സ്റ്റ് ഫിനിഷ് പ്ലേ കൊടുക്കാം. ഇത്രയുള്ള ദിവസം നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്താണ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഒരു ബാസ്കറ്റ് ബോൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് അബിദാസിന്റെ ഒരു ബാസ്കറ്റ് ബോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗായ്സ്.